40 MLA ഗോവയിൽ എങ്ങനെയാണ് BJPയുടെ ജനാധിപത്യം ഉണ്ടായതെന്ന് അറിയാത്ത ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ മനു? അതിൻ്റെ ചരിത്രം ആർക്കാണ് അറിയാത്തത്? അത് എന്തിനാണ് എന്നെ കൊണ്ടത് പറയിപ്പിക്കുന്നത്? BJP കൃത്രിമമായി ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുത്തത് എങ്ങനെ? ഇപ്പോൾ മധ്യപ്രദേശിൽ ജയിച്ചല്ലോ ഈയിടെ. പക്ഷേ മധ്യപ്രദേശിൽ 15 മാസം കഴിഞ്ഞ ഗവൺമെൻറ് ഭരിച്ചത്, കമൽനാഥാണല്ലോ 15 മാസം ഭരിച്ചത്. ഒറ്റയടിക്ക് കൊണ്ടുപോയത് എങ്ങനെയാണ്? ഇതൊരു രാഷ്ട്രീയ കൗശലമാണത്. അത്തരം രാഷ്ട്രീയ കൗശലങ്ങൾ BJPയുടെ ആയുധപ്പുരയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ക്രിസ്ത്യാനികൾ, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ക്രിസ്ത്യാനികളല്ല, ക്രൈസ്തവർ. ഞാൻ പറഞ്ഞില്ല, ക്രൈസ്തവ ജനത എന്ന് പറയുന്നത് ഇന്ത്യൻ മുഖ്യധാരയിൽ, ദേശീയ മുഖ്യധാരയിൽ അലിഞ്ഞു ചേർന്നിട്ട് എത്രയോ കാലങ്ങളായി, ദശകങ്ങളായി. അതിനെ അങ്ങനെ കാണാൻ ശ്രമിക്കണം. ഇവരാരും ക്രൈസ്തവർ എന്നുള്ള നിലയിൽ വോട്ട് ബാങ്ക് ഉണ്ടാക്കി വെച്ച് അങ്ങോട്ട് ചെന്നാൽ അവിടെ ഒന്നും കിട്ടില്ല. അതുതന്നെയാണല്ലോ ബിഷപ്പ് പാമ്പളാനിക്ക് 300 രൂപ തന്നാൽ ഞങ്ങൾ നിങ്ങളെ അങ്ങ് കോരിയെടുത്ത് ജയിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ അത് മാറ്റപ്പെടേണ്ടി വന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ? 250 രൂപ കേരള സർക്കാർ തരൂ, ഞങ്ങൾ മൊത്തം ചെയ്തേക്കാം. ഇതെങ്ങനെ നടക്കും? ആസിയൻ കരാർ ഒപ്പിട്ട ഏത് കാലത്താണ്? ആസിയൻ കരാർ ഒപ്പിട്ടതിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. മറ്റ് നിരവധി നമ്മുടെ 10 രാഷ്ട്രങ്ങളുണ്ടല്ലോ. ഒറ്റയടിക്ക് റബ്ബറിൻ്റെ വില കൂട്ടാൻ കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചാൽ കഴിയില്ല, പിന്നല്ല കേരളം. ആസിയൻ രാജ്യങ്ങൾ ഒന്നിച്ച് തീരുമാനിക്കണം. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള മൊഡാലിറ്റീസ് ഉണ്ട്. അതൊന്നും അറിയാൻ വയ്യാതെ അല്ല ഈ പാമ്പളാനി എന്നും പറയുന്നത്. അത് വേറെ കാര്യം. BJPക്ക് അത് ചെയ്യണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള കൗശലങ്ങൾ കൊണ്ടൊന്നും രാജ്യത്തെ ജനങ്ങളെ, ഒറ്റ കാര്യമുള്ളൂ കേട്ടോ, ഒരു കാര്യമുള്ളൂ, ഞാനത് എപ്പോഴും ആവർത്തിക്കുന്ന കാര്യമാണ്, പല ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പെർഫോം ഓർ പെരിഷ്, ഇതാണ് ആധുനിക ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വം. ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ നശിക്കുക, ഇതേ ഉള്ളൂ. അല്ലാതെ ജനങ്ങൾ ഈ എന്തെങ്കിലും ഇതുപോലുള്ള കമ്മ്യൂണലായിട്ടുള്ള കാര്യങ്ങളോ വംശീയമായിട്ടുള്ള കാര്യങ്ങളോ ജാതീയമായിട്ടുള്ള കാര്യങ്ങളോ സാമുദായികമായിട്ടുള്ള കാര്യങ്ങളോ എടുത്തു കാണിച്ചാൽ വോട്ട് തരും എന്നുള്ള ആ കൺസെപ്റ്റൊക്കെ ഇന്ത്യൻ വോട്ടർമാർക്ക് പോയി കഴിഞ്ഞു, മാറിക്കഴിഞ്ഞു. ആ കാലഘട്ടവും കഴിഞ്ഞു.